ചെന്നൈയിലുള്ള ഈ കോളേജിന് അടുത്ത വർഷത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു വർഷം അച്ഛൻ പറഞ്ഞാൽ പിന്നെ അതിന് എൻട്രൻസ് ഉണ്ടല്ലോ, അതിന് പ്രിപ്പയർ ചെയ്യുന്നു. ഓൾറെഡി കേരള എൻട്രൻസ് തോറ്റിരിക്കുന്ന എന്നോട് പിന്നെയും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഒരു തവണ കാണിച്ചു കൊടുത്തതാ തോറ്റിട്ട്, എന്നിട്ട് പിന്നെയും എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ അതിന് എൻട്രൻസ്. അപ്പൊ എൻട്രൻസ് ഉണ്ടെങ്കിൽ എന്താണെന്നറിയാമോ, എൻട്രൻസിൽ ജയിച്ചു കഴിഞ്ഞാൽ മെറിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ കാശ് കൊടുക്കണ്ട, അത് ലാഭിക്കാനുള്ള പുള്ളിയുടെ ബുദ്ധി. ഞാൻ വിടുവോ? ഞാൻ ഒരു വർഷം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. പുള്ളി വരുന്ന ദിവസമൊക്കെ A+B ഇത് മാത്രമേ കാര്യമുള്ളൂ. A+B ഏത് എഞ്ചിനീയറിംഗിന് +B എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുക, ഭരണപ്പെടുത്തം. അങ്ങനെ ഈ എൻട്രൻസ് എഴുതി. അവിടുത്തെ കോളേജിന് എൻട്രൻസ് ആണ്. അവിടുത്തെ കോളേജിന് എൻട്രൻസ് എക്സാം എഴുതി. 1,30,000 പേരാണ് എൻട്രൻസ് എഴുതിയത്. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ റിസൾട്ട് ഇവർ മറ്റേ കൊറിയർ പോലെയും, പിന്നെ അന്ന് മൊബൈലൊക്കെ വന്ന സമയമാണ് എന്ന് വെച്ചാൽ അന്ന സമയത്ത് മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, യുവർ സൺ ഹാസ് അല്ലെങ്കിൽ അക്വയർഡ് ഇത്രയും റാങ്ക്. അപ്പം ഞാൻ അന്ന് അവിടെ ഇതിനകത്ത് നമ്പർ കൊടുക്കുമ്പോൾ അമ്മയുടെ നമ്പറും എൻ്റെ നമ്പറും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിരുന്നത്. അങ്ങനെ എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമോ 2 മാസം കഴിഞ്ഞിട്ട്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1,29,938 900 സംതിങ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 10 100 200 പേരായിട്ട് പരീക്ഷ എഴുതിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് റാങ്ക്. ഇതിനെന്തിനാ പിന്നെ റാങ്ക്, തോറ്റെന്നങ്ങ് പറഞ്ഞാൽ പോരെ. അതൊരു റാങ്ക് ആയിട്ട് ഇവര് മെസ്സേജ് അയച്ചിരിക്കുക, യുവർ സൺ ഹാസ് ഗോട്ട് ദിസ് റാങ്ക്. ഇതൊരു റാങ്ക് ആണോ? അല്ല, കേക്ക് ഇനി ഇത് പറഞ്ഞതാ പറയാൻ പോണേ. അപ്പൊ ഈ റാങ്ക് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുക, ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അമ്മയുടെ അടുത്ത് പോയിട്ട് കാണിക്കണല്ലോ, ഇവരെ അറിയാലോ, കാരണം എന്തായാലും ഇത് കൊറിയർ ആയിട്ടും മെസ്സേജ് ആയിട്ടും വരും. പിന്നെ അപ്പോഴേക്കും ഇവർ അവിടെ നിന്ന് റിസൾട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യും. പൈസ ലാഭിക്കാനുള്ള ഓരോ കളികളെ. അപ്പം എനിക്കറിയാം 2 ദിവസങ്ങൾ അച്ഛനിത് അറിയുന്നുള്ളത്. അപ്പോൾ എൻ്റെ അവസാനത്തെ ഇതാണ്. 1 കൊല്ലം ഞാൻ വീട്ടിലിരുന്നിട്ട് സ്ക്വയർഡ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊല്ലമായിട്ട് പ്രിപ്പയർ ചെയ്യുക എൻട്രൻസിന്. അങ്ങനെ റാങ്ക് വന്ന ദിവസം ഞാൻ വെച്ചാൽ ഈ വന്ന മെസ്സേജ് ഉണ്ട്, അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെ വരുക, ഫ്രം VIT ഐഡിയ എന്നൊക്കെ വരുന്ന പോലെ, IL ഐഡിയ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മെസ്സേജ് വരുക. ഈ ഫോണിൽ നിന്നുള്ള മെസ്സേജ് എടുത്തിട്ട് ഈ ഫോണിൽ നിന്നുള്ള മെസ്സേജ് എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ഈ കണ്ടന്റ് എടുത്തിട്ട് ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞേടാ, ഇതേ മെസ്സേജ് നീ എനിക്ക് ഇങ്ങോട്ട് അയക്കണം, യുവർ സൺ ഹാസ് ഗോട്ട് 10th റാങ്ക്. എന്നിട്ട് അവന്റെ നമ്പർ ഞാൻ VIT എന്ന് പറഞ്ഞിട്ട് IL VIT സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തിട്ട് അമ്മക്ക് ഇതിനെ ഒരു ഐഡിയ ഇല്ല. അമ്മേന്റെ ഫോണിൽ മെസ്സേജ് വന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഫസ്റ്റ്. എന്നിട്ട് ഈ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഫോണിലോട്ട് നീ മെസ്സേജ് അയക്കണം. എന്നിട്ട് അവന്റെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അവന്റെ നമ്പർ VIT അമ്മേന്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഇവനോട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു, യുവർ സൺ ഹാസ് ഗോട്ട് ദിസ് റാങ്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനോട് അവൻ മെസ്സേജ് അയച്ചു. ഉച്ചയാകുമ്പോഴേക്ക് മെസ്സേജ് അയച്ചു, ഈ മെസ്സേജ് അയച്ചു. അപ്പം അമ്മ നോക്കുമ്പോൾ VIT എന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പം ഞാൻ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കും, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത്, മോനെ എന്ന് പറഞ്ഞൊരു വിളി. ഞാൻ എന്താ കാഷ്വൽ, ഒന്നും അറിയാത്ത പോലെ ശരിക്കും നടന്നാണ്. എന്താ അമ്മേ, മോനെ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്താ അമ്മേ, VIT അവിടെ നിന്ന് മെസ്സേജ് വന്നിരിക്കുക, മോനെ 10th റാങ്ക്. 10th ഞാൻ 10th ഉള്ളൂ. ഞാൻ ഐ വാസ് എക്സ്പെക്ടിങ്. ഞാൻ